ചിന്നു അതോടെ എന്റെ ഭർത്താവ് വാലും ചുരുട്ടി എസ്സും മൂളി മൂലക്കിരിക്കും. അർജുൻ സാർ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, ഇങ്ങനെ വെളുത്തു തുടുത്ത് മീശയും വെച്ച് നടന്നാൽ ആണാവില്ലാന്ന്. അതിന് കുറച്ചെങ്കിലും ആണത്തം വേണം. ഐശ്വര്യ, നീ ആവശ്യമില്ലാന്നൊന്നും വിളിച്ചു പറയല്ലേ. അർജുൻ ഇന്ന് വരെ ആണത്തത്തിന് ഒരു കുറവും വന്നിട്ടില്ല. നിന്നെ ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊരു കുറവും വരുത്താതെ നോക്കുന്നുണ്ട്. അതാ ഞാനൊരു ലക്ഷറി കാർ വാങ്ങണമെന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ അത് വാങ്ങിച്ചു തന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ വീട്ടിലെ അവസാന വാക്ക് രമാദേവിയുടേതും ഈ വീട്ടില് യാതൊരു വിലയില്ലാത്ത വാക്ക് എന്റെ ഭർത്താവ് അർജുന്റേതും ആണെന്ന്. ഐശ്വര്യ, വേണ്ട. സത്യം പറഞ്ഞപ്പോ എന്താ പൊള്ളിപ്പോയോ? ഇവിടെ അടുക്കള പണിക്ക് വന്ന വേലക്കാരിയെ വരെ പഠിക്കാൻ വിടുന്നുണ്ട്. അതിന് പണമുണ്ട്. എനിക്കൊരു കാറ് വാങ്ങിത്തരാനാണ് പണമില്ലാത്തത്. ജോലിക്കും കൂലിക്കും പോവാത്ത മഹിയുടെ തീരുമാനമാണ് ചിന്നുവിന്റെ ഈ LLB പഠനം. ഇന്നവൻ അവളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നാളെ അവൻ അവളെ ഈ വീട്ടിലെ കെട്ടിലമ്മയാക്കും. അല്ലെങ്കിൽ തന്നെ രാവിലെ മുതല് അവൻ അവളുടെ പിന്നാലെ മണപ്പിച്ച് നടക്കുക. അർജുൻ സർ, നിങ്ങള് ഇതൊന്നും അറിയുന്നില്ലേ? അതോ എല്ലാം അറിഞ്ഞിട്ടും പൊട്ടം വേഷം കെട്ടി നടക്കുകയാണോ? ഒരു വരുമാനം ഉണ്ടാക്കാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവന്റെ വാക്കിന് ഈ വീട്ടില് വിലയുണ്ട്. പകലന്തയോളം തലപുകച്ച് ബിസിനസ് ചെയ്യുന്ന എന്റെ ഭർത്താവിന്റെ വാക്കിന് ഒരു പുല്ല് വില പോലുമില്ല. അല്ലെങ്കിലും അതങ്ങനെ വരൂ. കമ്പനിയില് ഒരു ഒപ്പിടണമെങ്കിലും അമ്മയോട് ചോദിച്ചിട്ടല്ലേ ചെയ്യാറുള്ളൂ. അപ്പോ അവര് കരുതും സ്വന്തം മകന് ഇതുവരെ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയും കാര്യശേഷിയും വന്നിട്ടില്ലാന്ന്. ഐശ്വര്യ, നീ ഒന്നും അറിയാത്ത പോലെ എന്തെങ്കിലും വിളിച്ച് പറയരുത്. അമ്മയാണ് കമ്പനിയിലെ ചെയർപേഴ്സൺ. അതെ, അത് തന്നെയാ ഞാനും പറയുന്നത്. അതൊക്കെ ഇനി മാറണം. കമ്പനിയുടെ ചെയർമാനായിട്ട് അർജുൻ സാർ ഇരിക്കണം. എന്നാലേ സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഹലോ, ഞാൻ ദേ വരുന്നു. ആരാ? എൻ്റെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ട് ആണാണോ അതോ പെണ്ണാണോ? പെണ്ണ് തന്നെയാ. എന്താ സംശയമുണ്ടോ? അവൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞതാ. ഞാനാ പറഞ്ഞത് സിറ്റിയിൽ വെച്ച് കാണാന്ന്. ഇനി ഇവിടെ വന്ന് എന്റെ ഭർത്താവിനും എനിക്കും ഈ വീട്ടില് ഒരു പട്ടിയുടെ പോലും വിലയില്ലെന്ന് അവൾ അറിയണ്ടല്ലോ. അതാരാ? ഇത്രയും നാളായിട്ടും ഞാൻ അറിയാത്തൊരു ഫ്രണ്ട്. ഐശ്വര്യലക്ഷ്മി എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയണം. ഞാനത് കണ്ടെത്തും. Excuse me, sir. Yes, coming. Sir, കല്യാണി എന്ന് പറയുന്ന കുട്ടിയുടെ അഡ്മിഷന്റെ കാര്യം എന്തായി? നിങ്ങളൊന്ന് പുറത്തേക്ക്, ഞാൻ വിളിപ്പിക്കാം. ശരി സർ. ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുക. ആര്? രമാദേവി മാഡം. എന്നാ വേറൊരു വിളി വന്നു. കല്യാണി എന്ന് പറയുന്ന കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു.
ആദ്യം വിളിച്ചത് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫാ. രണ്ടാമത് വേറൊരാളാ വിളിച്ചത്. അയാൾ ഫോൺ കട്ട് ചെയ്യാതെ പ്രിൻസിപ്പലിന് കൊടുക്കാൻ പറഞ്ഞതാ. എന്റെ കയ്യിൽ നിന്ന് തട്ടിയതാണെന്ന് തോന്നുന്നു. ഫോൺ കട്ടായി. അയാളുടെ പേരെന്താ? അഡ്വക്കേറ്റ് ഭഗവാൻ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഏതോ സുപ്രീം കോടതിയിലെ വക്കീലോ മറ്റോ ആയിരിക്കും. ഏതായാലും 2 നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മിനിസ്റ്ററുടെ PS-ന്റെ നമ്പരാ. ദേ സാറേ, വീണ്ടും അഡ്വക്കേറ്റ് ഭഗവാൻ വിളിക്കുന്നു. ഹലോ, നമസ്കാരം സർ. ഞാൻ പ്രിൻസിപ്പലിന്റെ കൊടുക്കാം. വേണ്ട. സംസാരിക്കും സാറേ. സാറിനോട് സംസാരിക്കണമെന്നല്ലേ പറയുന്നേ. ഒന്ന് സംസാരിക്കേ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ കോളേജിലെ അഡ്മിഷനൊക്കെ യൂണിവേഴ്സിറ്റിയുടെ നോംസ് അനുസരിച്ച് തന്നെയാണോ നടക്കുന്നത്? അതെ, ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ നോംസ് അനുസരിച്ച് തന്നെയാണ് അഡ്മിഷൻ നടപടികൾ നടക്കുന്നത്. അപ്പോ അർഹതപ്പെട്ടവർക്കെല്ലാം സീറ്റ് കിട്ടും അല്ലേ? കല്യാണി എന്ന് പറയുന്ന കുട്ടിക്കും. കുട്ടി ക്വാളിഫൈഡ് ആണെങ്കിൽ കുട്ടിക്കും കിട്ടും. അഡ്മിഷൻ കിട്ടണം, അല്ലെങ്കിൽ ഈ കിടുതാപ്പെല്ലാം എടുത്ത് പ്രിൻസിപ്പലിന് സുപ്രീം കോടതി വരെ കയറി ഇറങ്ങേണ്ടി വരും. കോളേജിന്റെ അഫിലിയേഷനും അതോടെ ധാരണയാകും. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ശരി. പ്രിൻസിപ്പലേ, നിങ്ങൾ എന്തിനാ മസിൽ പിടിച്ചത്? ഭഗവാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കട്ടെ. ഇത് സർക്കാർ കോളേജല്ല, എയ്ഡഡ് കോളേജാ. പ്രിൻസിപ്പൽ അങ്ങ് പോവും. ഞങ്ങൾക്ക് കോളേജ് പിന്നെ വേണം. ചിന്നു